ഹരി ഓം. ഖണ്ഡം 4. മാധുര്യഖണ്ഡം. അധ്യായം 1. ശ്രുതിരൂപോപാഖ്യാനം. മംഗളാചരണം. അസദീ കുസുമോപമേയ കാന്തീര്യമുനാ കുലകദംബമധ്യവർത്തി നവഗോപവധൂ വിലാസശാലീ വനമാലീ വിതനോതു മംഗലാനി പരികരീകൃതപീതപടം ഹരീം ശിഖികിരീടനദീകൃതകന്ധരം ലഘുടവേണുകരം ചലകുണ്ടലം പടുതരം നടവേഷധരം ഭജേ. യമുനാ നദിയുടെ പവിത്രമായ തീരത്ത് സുഗന്ധം നിറഞ്ഞ കടമ്പവൃക്ഷങ്ങളുടെ മധ്യത്തിൽ ഗോപവധുക്കളോടൊപ്പം ദിവ്യശോഭയോടെ വിരാജിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവർക്കും മംഗളം ചൊരിയട്ടെ. ആ ഭഗവാന്റെ തിരുവടികളിൽ ഭക്തിപൂർവം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ മാധുര്യഖണ്ഡം ആരംഭിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു, മുനിശ്രേഷ്ഠ, ശ്രീകൃഷ്ണ ചരിതം പവിത്രവും അത്യന്തം അത്ഭുതകരവുമാണ്. ശ്രുതിരൂപ മുതലായ ഗോപികമാർ തങ്ങളുടെ മനോരഥം എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? ദയവായി അങ്ങ് അത് വിവരിച്ചു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, ശ്രുതിരൂപ മുതലായ ഗോപികമാർ ഭഗവാൻ വിഷ്ണുവിന്റെ വരം പ്രാപിച്ച് ഗോപന്മാരുടെ ശ്രേഷ്ഠമായ കുലത്തിൽ ജന്മമെടുത്തു. നന്ദനന്ദനനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിച്ച അവർ ആ ദിവ്യരൂപത്തിൽ പൂർണ്ണമായി ആകൃഷ്ടരായി. ശ്രീകൃഷ്ണനെ തന്നെ തങ്ങളുടെ വരനായി ലഭിക്കണമെന്ന ഹൃദയാഭിലാഷത്തോടെ അവർ വൃന്ദാവനേശ്വരിയായ വൃന്ദാദേവിയെ ഭക്തിപൂർവം ആരാധിച്ചു. വൃന്ദാദേവിയുടെ അനുഗ്രഹവരത്താൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരിൽ അത്യന്തം പ്രസന്നനായി. തുടർന്ന് ഭഗവാൻ ദിവസവും അവരുടെ ഭവനങ്ങളിലേക്ക് രാസക്രീഡയ്ക്കായി പോകുമായിരുന്നു. ഒരു ദിവസം രാത്രി വളരെ വൈകിയാണ് ഭഗവാൻ രാസക്രീഡയ്ക്കായി എത്തിയത്. അപ്പോൾ ഗോപികമാർ അത്യന്തം ഉത്കണ്ഠയോടെ ഇപ്രകാരം ചോദിച്ചു, ഹരേ കൃഷ്ണ, എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്താൻ വൈകിയത്? അതിനുത്തരമായി ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, പ്രിയ ഗോപികമാരെ, ഇന്ന് എന്റെ ഗുരുവായ ദുർവാസാവ് മഹർഷി ഭാണ്ഡീരവനത്തിൽ എത്തിയിരുന്നു. അദ്ദേഹത്തെ സേവിക്കുന്നതിനായിട്ടാണ് ഞാൻ പോയിരുന്നത്. ഗുരു ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും തന്നെയാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനുമാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്താൽ മൂടപ്പെട്ട കണ്ണുകളിൽ ജ്ഞാനമാകുന്ന അഞ്ജനം പുരട്ടി ദൃഷ്ടി തുറന്നുതന്ന എന്റെ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാന്റെ വാക്കുകൾ കേട്ട ഗോപികമാരുടെ ഹൃദയത്തിൽ ദുർവാസാവ് മഹർഷിയെ ദർശിക്കാനുള്ള പവിത്രമായ ആഗ്രഹം ഉദിച്ചു. അവർ വിനയപൂർവം ശ്രീകൃഷ്ണനോട് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾക്കും ദുർവാസാവ് മഹർഷിയെ ദർശിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ യമുനാ നദി മറികടന്ന് അവിടേക്ക് എത്താൻ ഞങ്ങൾക്ക് ഒരു മാർഗവും കാണുന്നില്ല. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ യമുനാ നദിയുടെ തീരത്ത് ചെന്ന് ഇപ്രകാരം പറയുക, നദികളിൽ ശ്രേഷ്ഠയായ യമുനാദേവി ശ്രീകൃഷ്ണ ഭഗവാൻ ബാലബ്രഹ്മചാരിയും സർവ്വദോഷരഹിതനുമാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തുറന്നു തരണമേ. ഇപ്രകാരം പറഞ്ഞാൽ യമുന തീർച്ചയായും നിങ്ങൾക്ക് വഴി നൽകും. അങ്ങനെ നിങ്ങൾക്ക് മറുകരയിലേക്ക് പോകാൻ സാധിക്കും. ഭഗവാന്റെ ഈ വാക്കുകൾ ശ്രവിച്ച ഗോപികമാർ 56 വിഭവങ്ങളടങ്ങിയ ഭോജന സാമഗ്രികൾ അനേകം പാത്രങ്ങളിലാക്കി യാത്ര തിരിച്ചു. അനന്തരം അവർ യമുനാ തീരത്ത് എത്തി. ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ അപ്രകാരം ഉച്ചരിച്ചപ്പോൾ യമുനാ നദി ഉടൻ തന്നെ ഗോപികമാർക്ക് മറുകരയിലേക്ക് പോകാനുള്ള വഴി നൽകി. ആ ദിവ്യപഥത്തിലൂടെ അവർ എല്ലാവരും മറുകരയിലെത്തി. അങ്ങനെ പുണ്യമായ ഭാണ്ഡീരവനത്തിൽ പ്രവേശിച്ചു. അവിടെ അവർ മഹാതപസ്വിയായ ദുർവാസാവ് മഹർഷിയെ ദർശിച്ചു. ഭക്തിയോടെ മഹർഷിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ശേഷം അവർ കൊണ്ടുവന്ന ഭോജന സാമഗ്രികൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. തുടർന്ന് ഓരോ ഗോപികയും താൻ കൊണ്ടുവന്ന ഭോജനം ആദ്യം സ്വീകരിക്കണമേ എന്ന് മഹർഷിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു. ഗോപികമാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഭക്തിയും വിനയവും മനസ്സിലാക്കിയ മഹർഷി കരുണാപൂർവം അവരോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഗോപികമാരെ, നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന ഭക്ഷണം നിങ്ങളുടെ സ്വന്തം കൈകളാൽ എന്നെ ഊട്ടിയാലും. ഗോപികമാർ അപ്രകാരം തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ ഭോജനവും സ്വന്തം കൈകളാൽ ദുർവാസാവ് മഹർഷിയെ ഊട്ടിച്ചു. ഗോപികമാർ കൊണ്ടുവന്ന ഭക്ഷണപാത്രങ്ങൾ എല്ലാം കാലിയായിരിക്കുന്നത് കണ്ടപ്പോൾ അവർ അത്യന്തം വിസ്മയപ്പെട്ടു. ശേഷം വിസ്മിതരായ ഗോപികമാർ മഹർഷിയെ നമസ്കരിച്ചു. പിന്നെ തിരിച്ചു പോകുന്നതിനായി യമുനാ നദി എങ്ങനെ കടക്കാമെന്ന് അവർ മഹർഷിയോട് ചോദിച്ചു. അതിന് മറുപടിയായി മഹർഷി അവരോട് യമുനാ തീരത്ത് ചെന്ന് ഇപ്രകാരം പറയാൻ നിർദ്ദേശിച്ചു, നദികളിൽ ശ്രേഷ്ഠയായ യമുനാദേവി ദുർവാസാവ് മഹർഷി ഈ ഭൂമിയിൽ കേവലം ദുർവാരസം അഥവാ കറുകനീർ മാത്രം സ്വീകരിച്ച് അന്നാഹാരവും ജലപാനവും ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുന്ന മഹാതപസ്വിയാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തുറന്നു തരണമേ. ഈ വാക്കുകൾ കേട്ട ഗോപികമാർ ദുർവാസാവ് മഹർഷിയെ പ്രണമിച്ച ശേഷം യമുനാ തീരത്തേക്ക് പോയി. അവിടെ മഹർഷി പറഞ്ഞതുപോലെ അവർ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ യമുനാ നദി വഴിമാറിക്കൊടുത്തു. അങ്ങനെ അവർ നദി കടന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്ത് ചെന്നെത്തി. അത്യന്തം വിസ്മയഭരിതരായ ഗോപികമാർ തങ്ങളുടെ മനസ്സിൽ ഉദിച്ച സംശയം ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു, പ്രഭോ, അവിടുന്ന് ബാല്യകാലം മുതൽ ഗോപികമാരോടൊപ്പം രാസലീലയിൽ ഏർപ്പെടാറുണ്ടല്ലോ.
അങ്ങനെയിരിക്കെ അവിടുന്ന് എങ്ങനെയാണ് ബാലബ്രഹ്മചാരിയാകുന്നത്? അതുപോലെ ദുർവാസാവ് മഹർഷി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മുഴുവൻ ഭോജനവും സ്വീകരിച്ചല്ലോ. എന്നാൽ അദ്ദേഹം ദുർവാരസം മാത്രം സ്വീകരിച്ച് വ്രതമനുഷ്ഠിക്കുന്ന മഹാതപസ്വിയാണെന്ന് എങ്ങനെ പറയാം? ഞങ്ങളുടെ ഈ സംശയങ്ങൾ ദയവായി അങ്ങ് ദൂരീകരിച്ചു തന്നാലും. അതിനു മറുപടിയായി ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഗോപികമാരെ, എനിക്ക് മമതയുമില്ല, അഹങ്കാരവുമില്ല. ഞാൻ സർവരോടും സമഭാവമുള്ളവനും ത്രിഗുണങ്ങൾക്ക് അതീതനായ പരമാത്മാവുമാണ്. ഭക്തർ എന്നെ ഏതു ഭാവത്തിൽ ഭജിക്കുന്നുവോ അതേ ഭാവത്തിൽ തന്നെയാണ് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നത്. ഭഗവാനു വേണ്ടി സമർപ്പണ ഭാവത്തോടെ കർമ്മം ചെയ്യുന്നവർ കർമ്മബന്ധത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. പ്രതിഫലേച്ഛയില്ലാതെ ശരീരം നിലനിർത്തുന്നതിനു വേണ്ടി മാത്രം കർമ്മം അനുഷ്ഠിക്കുന്നവനും മനസ്സിനെയും ബുദ്ധിയെയും ജയിച്ചവനുമായ വ്യക്തിക്ക് പാപഫലം ഏൽക്കുകയില്ല. അതുപോലെ ദുർവാസാവ് മഹർഷി നിങ്ങളുടെ ഭക്തിയും ആഗ്രഹവും സഫലമാക്കുന്നതിനു വേണ്ടിയാണ് ആ ഭോജനം സ്വീകരിച്ചത്. അതല്ലാതെ അദ്ദേഹത്തിനു ഭോജനേച്ഛയില്ല. മിതമായ തോതിൽ ദുർവാരസം മാത്രമാണ് അദ്ദേഹം ഭക്ഷിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറുപടി ശ്രവിച്ചതോടെ ഗോപികമാരുടെ എല്ലാ സംശയങ്ങളും പൂർണ്ണമായി അകന്നു. ഭഗവാന്റെ തത്വം ഗ്രഹിച്ച അവർ ജ്ഞാനപ്രകാശത്താൽ ദീപ്തരായി മാറി. ഇവിടെ 4-ാം ഖണ്ഡത്തിലെ 1-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.